الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه وأعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവാധിനാഥനായ പടച്ചതമ്പുരാൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പരമാവധി അവധാനതയോടെ അനുധാവനം ചെയ്യണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഞാൻ ആമുഖമായി പാരായണം പറഞ്ഞത് കുത്തുബത്തുൽ ഹാജ്ജ, കുത്തുബയുടെ മുഖവുര അല്ലെങ്കിൽ കുത്തുബയുടെ ആമുഖം എന്നതിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും വിവാഹ കുത്തുബയിൽ പ്രത്യേകമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകുമ്പോൾ പ്രവാചകൻ ആമുഖമായി ഓതിയിരുന്ന സൂറത്തുൽ ആലു ഇമ്രാനിലെ, നിസായിലെ, അതുപോലെ തന്നെ അഹ്സാബിലെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ്. ആയതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് സത്യത്തിൽ എൻ്റെ ഈ മഹത്തായ പള്ളിയിലെ ആദ്യത്തെ കുത്തുബയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. പ്രിയമുള്ളവരെ, എല്ലാ പള്ളികളിലും അവിടെ ആദർശത്തിൻ്റെ വ്യത്യാസമോ കക്ഷി വ്യത്യാസങ്ങളൊന്നും കൂടാതെ ആമുഖമായി എല്ലാവരും പാരായണം ചെയ്യുന്ന, ഉച്ചരിക്കുന്ന വചനങ്ങളാണ് കുത്തുബത്തുൽ ഹാജ്ജ, കുത്തുബയുടെ മുഖവരയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നൽ ഹംദലില്ലാഹ്, സ്തുതിയൊക്കെയും എല്ലാ സ്തുതിയും സർവാധിനാഥനായ പടച്ചതമ്പുരാനാണ്. നമ്മുടെ സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയായ പടച്ചതമ്പുരാനാണ് അതിൻ്റെ അർഹൻ. അവൻ മാത്രമേ ഉള്ളൂ ആ സ്തുതിക്കൊക്കെയും അർഹൻ. നമ്മുടെ പ്രാർത്ഥനകളിൽ ഭൂരിപക്ഷവും അൽഹംദുലില്ലാഹിൽ എന്ന് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. നഹ്മദുഹു, നമ്മൾ അവനെ സ്തുതിക്കുന്നു. ഉറങ്ങി എണീക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ എല്ലായിടത്തും അവനെ സ്തുതിക്കുന്ന, അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന രീതിയിലുള്ള ആരാധനാ കർമ്മങ്ങളാണ് 23 വർഷക്കാലത്തെ പ്രവാചകത്വത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. വനസ്തഈനുഹു, ഇസ്ലാമിക ആദർശത്തിൻ്റെ ഏറ്റവും മൗലികമായ ഒരു ആദർശം അല്ലെങ്കിൽ മഹിതമായ ഒരു സന്ദേശം, ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ആദർശത്തിൻ്റെ ശക്തിയും ചൈതന്യവും എന്ന് വിശേഷിപ്പിക്കാവുന്ന വനസ്തഈനുഹു, നമ്മുടെ എല്ലാം നമ്മൾ അവനോടാണ് ചോദിക്കുന്നത്. അവനോട് നമ്മൾ സഹായം ചോദിക്കുന്നു. ആ സഹായം ചോദിക്കലാണ് അത് ഭൗതികമാണെങ്കിലും അഭൗതികമാണെങ്കിലും
അത് അള്ളാഹുവിനോടേ ആദ്യമാകാൻ പാടുള്ളൂ. അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസ് അദ്ദേഹം പഠിപ്പിച്ചത്, നമ്മൾ ധരിക്കുന്ന ചെരുപ്പിൻ്റെ വാററ്റുപോയാൽ പോലും നിങ്ങൾ അള്ളാഹുവിനോട് ആദ്യം സഹായം ചോദിക്കണം. അത് അഭൗതികമായ സഹായമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവേ എന്ന് നിങ്ങളൊരു സഹായ അഭ്യർത്ഥന അവിടെ നടത്തണം. പിന്നെ അഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സഹായ അഭ്യർത്ഥന അള്ളാഹുവോടല്ലാതെ പാടില്ല എന്നതിനെ സംബന്ധിച്ച് പിന്നെ വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് നമ്മൾ മുജാഹിദുകൾക്ക് അല്ലെങ്കിൽ സലഫി ആദർശം പിൻപറ്റിയവർക്ക്. വനുഅ്മിനു ബിഹി വനസ്തഗ്ഫിറുഹു ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു. അവനോടാണ് നമ്മൾ പാപമോചനം തേടുന്നത്. തെറ്റും ശരിയും ധർമ്മവും അധർമ്മവും ഒക്കെ വേർതിരിച്ച് നമ്മെ പഠിപ്പിച്ചത് പ്രവാചകന്മാരാണ്. അത് ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പിന്നീട് അവരുടെയൊക്കെ അനുയായികൾ പ്രത്യേക മതവിഭാഗങ്ങളായി മാറിപ്പോയെങ്കിലും ധാർമ്മികത എന്നുള്ള ശക്തവും വിശാലവുമായ ഒരു കാഴ്ചപ്പാട് ഉരുത്തിരിഞ്ഞു വന്നത്, വളർത്തിയെടുത്തത് മതബോധനങ്ങളിലൂടെയാണ്. അപ്പം ആ മതബോധനങ്ങൾ ദൈവം തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ശരിയും തെറ്റും അധർമ്മവും ധർമ്മവും ഒക്കെ തരംതിരിച്ചത്. അപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ വനസ്തഗ്ഫിറുഹു, അവനോട് തന്നെ നമ്മൾ പാപമോചനം തേടേണ്ടതുണ്ട്. ഫാത്തിർ ആദ്യം അറബി ഗാഫിരി ദംബി വ കാബിലി തൗബി, പാപം പൊറുക്കുന്നവൻ കഠിനമായ ശിക്ഷ എടുക്കുന്നവനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വനുഅ്മിനു ബിഹി, അവനിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. അല്ലാഹുവിനെ നമ്മളാരും കണ്ടിട്ടില്ല. 1400 വർഷങ്ങൾക്ക് മുൻപ് വന്ന 63 വർഷക്കാലം ജീവിച്ചു മരിച്ച ആ 63 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ 23 വർഷക്കാലത്തെ പ്രവാചകത്വത്തിലൂടെ നമുക്കൊരു സൃഷ്ടികർത്താവുണ്ട്, അവൻ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കർമ്മങ്ങൾക്ക് അതിൻ്റെതായ പ്രതിഫലം ലഭിക്കും, സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പോയി. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വിശ്വാസം നമ്മളിൽ ഉറപ്പിച്ചു. വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി, നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ സർവാധിനാഥനായ അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കുന്നു. അവിടെ ഏത് ബുദ്ധിമുട്ട് വന്നാലും ഏത് നന്മ വന്നാലും അതിൻ്റെ എല്ലാം പര്യവസാനം, അതിൻ്റെ എല്ലാം തീരുമാനം അള്ളാഹുവിലാണെന്നുള്ള വിശ്വാസത്തെ വിശ്വാസികൾക്ക് ഇങ്ങനെ പ്രവാചകൻ ഓരോ കുത്തുബയിലൂടെയും ആവർത്തിച്ച് അവരുടെ മനസ്സിൽ ആ വിശ്വാസത്തെ ദൃഢീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ രക്ഷ ചോദിക്കുന്നു മിൻ ശുറൂറി അൻഫുസിന, എൻ്റെ മനസ്സ് ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന്. പാപങ്ങളുടെ തുടക്കം മനസ്സാണ്. മനസ്സിലെ പാപചിന്തയാണ് കർമ്മമായി മാറി അത് പാപമായി മാറുന്നത്. വമിൻ സയ്യാത്തി അഅമാലിന, ആ കർമ്മങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും, മനസ്സിൻ്റെ ദോഷത്തരത്തിൽ നിന്ന്, പ്രവർത്തനങ്ങളുടെ ദോഷങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. നമ്മുടെ അൽ-ബഖറ സൂറത്തിൻ്റെ അവസാന ഘട്ടം ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വഇൻ തുബ്ദൂ മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ നമ്മുടെ മനസ്സിലെ വിചാരങ്ങളെ അല്ലാഹു തആല വിചാരണ ചെയ്യും, നമ്മുടെ പ്രവർത്തനങ്ങളെ വിചാരണ ചെയ്യും. എന്നിട്ടോ ഫയഗ്ഫിറു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് പുറത്തു കൊടുക്കും. വയുഅദ്ദിബു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചിന്തകൾ നന്നായെങ്കിൽ മാത്രമേ നമ്മുടെ കർമ്മങ്ങളും അതനുസരിച്ച് നന്നാവുകയുള്ളൂ. ആ ചിന്ത നന്നാകലിൻ്റെ അടിസ്ഥാനമായ ആദർശമാണ് നമ്മുടെ നഫ്സിനെ നന്നാക്കുക എന്നുള്ളത്. ആ 23 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതാണ്. അതുകൊണ്ടാണ് കാടന്മാരായ അറബികൾ സംസ്കാര സമ്പന്നതയുടെ ഉത്തുംഗതയിലേക്ക് മാറുന്നവരായി മാറിയത്. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. അല്ലാഹു നേർമാർഗം കാണിച്ചവനെ വഴിതെറ്റിക്കാൻ ആരുമില്ല, അല്ലാഹു വഴിതെറ്റിച്ചവനെ വഴിതെറ്റിക്കാനും ആരുമില്ല. ആ അല്ലാഹുവിൻ്റെ നേർമാർഗമാണ് വിശുദ്ധ ഖുർആൻ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലദീ ഹിയ അഖ്വം, വിശുദ്ധ ഖുർആൻ നിങ്ങളെ ഏറ്റവും നന്നായതിലേക്ക് വഴിതെളിക്കുന്നു. അപ്പോൾ ആ അള്ളാഹു ഒരാളെ നേർമാർഗത്തിലാക്കി കഴിഞ്ഞാൽ അയാളെ വഴിതെറ്റിക്കുവാൻ ആരുമില്ല. അപ്പൊ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അപ്പൊ ഇത് മരണം വരെ ഈ നേർമാർഗത്തെ മുറുകെ പിടിക്കാൻ, ഈ നേർമാർഗത്തെ പ്രചരിപ്പിക്കാൻ, അത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിലും, ഭാര്യയാണെങ്കിലും, മക്കളാണെങ്കിലും, മാതാപിതാക്കളാണെങ്കിലും ഈ നേർമാർഗത്തിൽ ഉറച്ചു നിൽക്കാനും ഈ നേർമാർഗത്തിൽ മുന്നോട്ട് പോകുവാനുള്ള പരിശ്രമങ്ങൾ നാം ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദിൽ ഫലാ ഹാദിയ ലഹു. ആ നേർമാർഗം എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ, ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം? അള്ളാഹു തന്റെ സ്നേഹിതനായി പ്രഖ്യാപിച്ച പ്രവാചകൻ, ഒരു സമൂഹം ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ ഒറ്റയ്ക്ക് നടത്തിയ ഒരു പ്രവാചകൻ. ആ പ്രവാചകന്റെ പിതാവിന് ലഭിക്കാതെ പോയ മാർഗം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം എടുത്തു വളർത്തിയ വല്യുപ്പായും മൂത്താപ്പായും അവർക്ക് കിട്ടാതെ പോയ ആദർശം, നൂഹ് നബിയുടെ മകന്, ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക്, നോക്കൂ, പ്രവാചകന്മാരുടെ അടുത്ത ബന്ധുക്കൾക്ക് പോലും കിട്ടാത്ത ആ മഹാഭാഗ്യമാണ്, ആ അമൂല്യ നിധിയാണ് വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചക ചര്യയിലൂടെ അള്ളാഹു നമ്മൾ ഓരോരുത്തർക്കും എത്തിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സൂക്ഷ്മതയോടെ, അവധാനതയോടെ ഈ ഓരോ ആദർശത്തെയും നമ്മൾ അനുധാവനം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രഖ്യാപനമാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും 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 ആവർത്തിച്ച് പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ് ഓരോ കുതുബയിലൂടെയും. വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹ്ദഹു ലാ ശരീക ലഹു, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അബ്ദുഹു വറസൂലുഹു, അള്ളാഹുവിന്റെ പ്രവാചകനും അടിമയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആവർത്തിച്ച് പറയുന്നു. ഇതെന്തുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞു? പ്രവാചകനെ അള്ളാഹുവിന്റെ തലത്തിലേക്ക് ഉയർത്താൻ പാടില്ല. ഹബീബായ പ്രവാചകൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകനെ പോലും നിങ്ങൾ അള്ളാഹുവിന്റെ തലത്തിലേക്ക് ഉയർത്തരുത് എന്നുള്ള വ്യംഗ്യമായ സൂചനയാണ് ആവർത്തിച്ച് പറയുന്നതിലൂടെ നമ്മളുടെ മനസ്സിലും രൂഢമൂലമാകേണ്ടത്. വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതേപോലെ തന്നെ ആമുഖമായ ഞാൻ ഓതിയ ഖുർആനിലെ വചനങ്ങൾ, ആലു ഇമ്രാനിലെ 102-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എങ്ങനെ? സൂക്ഷിക്കേണ്ട മുറപ്രകാരം. ആ മുറ ആരാ പഠിപ്പിച്ചു തന്നത്? ആ മുറ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ മൗനാനുവാദത്തിലൂടെ, പ്രവാചകന്റെ ഉപദേശങ്ങളിലൂടെ, പ്രവാചകന്റെ പ്രവൃത്തികളിലൂടെ നമുക്ക് ലഭിച്ച ആ മാർഗത്തെ വിട്ടുപോകാൻ നമുക്ക് പാടില്ല. ആ പ്രവാചകൻ എങ്ങനെയാണോ നമസ്കരിച്ചത്, എങ്ങനെയാണോ നൊയമ്പ് വെച്ചത്, എങ്ങനെയാണ് പ്രാർത്ഥനകൾ, അർത്ഥനകൾ, ആരാധനകൾ, നേർച്ച വഴിപാടുകൾ നടത്തിയത്, ആ മാർഗത്തിൽ 2 റെയിൽ പാളങ്ങളുടെ നടുക്ക് കൂടെ പോകുന്നത് പോലെ ഒരു സൈഡ് സുന്നത്ത്, ഒരു സൈഡ് ഖുർആൻ, അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാൻ സത്യവിശ്വാസികൾക്ക് പാടുള്ളതല്ല. അത് ആര് പറഞ്ഞാലും അവിടെയൊക്കെ പ്രവാചകന്റെ മാതൃകയുണ്ടോ, വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ എന്നുള്ള ശക്തമായ ഒരു പ്രേരണ ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടതുണ്ട്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആരോടാണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. ആരാ സത്യവിശ്വാസികൾ? അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചവർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിച്ചവരാണ് പറയുന്നത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. നോക്കൂ, ഇത് പറയുന്നത് എപ്പോഴാണ്? പ്രവാചകനുണ്ട്, പ്രവാചകൻ ജീവിച്ചിരിക്കുന്നു. ആ ജീവിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രവാചകൻ ആവർത്തിച്ച് അവരോട് പറയുകയാണ്, നിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ മരിച്ചു പോകരുത്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. നോക്കൂ, മനുഷ്യ സാഹോദര്യത്തിന്റെ മുഴുവൻ ജനങ്ങളും ഒരു തറവാട്ടിലെ, ഒരു അമ്മയുടെ, ഒരു അച്ഛന്റെ, ഒരു മാതാപിതാക്കളുടെ മക്കളാണെന്നുള്ള വിശാലമായ മാനവിക ദർശനം അതൊക്കെ ആവർത്തിച്ചു വന്നതാണ്. ഇസ്ലാമിനെ മാനവിക വിരുദ്ധമെന്ന് പറയുന്നവർ, വർഗീയമെന്ന് പറയുന്നവരൊക്കെ പ്രവാചകൻ ഇത് ആവർത്തിച്ച് കുത്തുബകളിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ മനുഷ്യരെ, നിങ്ങളൊരാണിന്റെയും പെണ്ണിന്റെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കുടുംബത്തിലെ അംഗങ്ങളാണ്. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ. ആ ഒരു
ആത്മാവിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചു, ആ ആത്മാവിൽ നിന്നും അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. ആ രണ്ടുപേരിൽ നിന്നുമായി ഇന്ന് ലോകത്തുള്ള 950 കോടിയോളം വരുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും, മരിച്ചുപോയവർ വേറെ, ഇവരെല്ലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നും ഹവ്വാ ബീവിയിൽ നിന്നും സൃഷ്ടിച്ച ആ നാഥനെ നിങ്ങൾ സൂക്ഷിക്കുക. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ നോക്കൂ, എത്ര പരിശുദ്ധ, എത്ര കൃത്യമായ, എത്ര മഹിതമായ ആദർശങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. മാതാപിതാക്കളോടുള്ള പ്രശ്നങ്ങളുണ്ട്, മക്കളോടുള്ള പ്രശ്നങ്ങളുണ്ട്, ഭാര്യ വീട്ടുകാരോടുള്ള പ്രശ്നമുണ്ട്, ഭർത്താവിൻ്റെ വീട്ടുകാരോടുള്ള പ്രശ്നമുണ്ട്, സഹോദരങ്ങൾക്കിടയിൽ, അയൽക്കാർക്കിടയിൽ. ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ സൂക്ഷിക്കണം. ഇതിലെല്ലാം നിങ്ങൾ മാന്യമായ സമീപനം നിങ്ങൾ പുലർത്തണം. അതൊക്കെ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, അതൊക്കെ നമുക്കറിയാമല്ലോ. നമ്മളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മുടെ വിഷയങ്ങൾ ഏതൊക്കെയാണോ നമുക്കറിയാം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അള്ളാഹു നിങ്ങളുടെ മേൽനോട്ടം ചെയ്യുന്നവരാകുന്നു. പണ്ടൊക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ വചനങ്ങൾ പറയുമ്പോൾ ഇതെങ്ങനെ മേൽനോട്ടം ചെയ്യും? അല്ലെങ്കിൽ യാസീനിൽ പറയുന്ന പോലെ വലത്തുകുമാ, നമ്മുടെ എഴുതുന്ന നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹു രേഖപ്പെടുത്തി ഒരു ഗ്രന്ഥത്തിൽ വെക്കുമെന്ന് പറയുമ്പോൾ സഹാബികൾക്ക് വിശ്വാസമില്ല. എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ അവർക്കില്ല. പ്രവാചകൻ പറഞ്ഞു, പ്രവാചകന് വഹി വരുന്നതിന് അവർ സാക്ഷികളാണ്. പ്രവാചകൻ പറയുന്ന പല കാര്യങ്ങളും പുലരുന്നു. പ്രവാചകനാണ്, അള്ളാഹു ഉണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്നും വഹി വരുന്ന എല്ലാം ഉള്ള അത് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹാബികൾ വിശ്വസിച്ചത്. നമ്മളോ, നമ്മുടെ മൊബൈലിലെ ഒരു ചെറിയ മെമ്മറി കാർഡ് എത്ര വലിപ്പമുണ്ട്? എത്രയോ ദശലക്ഷക്കണക്കിന് ഡാറ്റ ആ ഒരു ചെറിയ പെൻഡ്രൈവിൽ. അപ്പം ഇതൊന്നും അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു ഇതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് ഇന്ന് ശാസ്ത്രത്തെ ദൈവമായി കരുതുന്ന, ഇത് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു സമ്മേളനം നടക്കുകയാണ്. അവർ പേരിട്ടിരിക്കുന്നത് കൊപ്പെ എസൻസ് എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദ സംഘടന മലപ്പുറം ജില്ലയിൽ. ഇപ്പം മലപ്പുറം ആകെ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നൊരു ജില്ലയാണ്. അപ്പോൾ അവിടെ ഒരു സമ്മേളനം നിരീശ്വരവാദികൾ നടത്തുകയാണ്. പേര് കൊപ്പെ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫോമാണ്. എന്താണെന്നറിയോ? കൊതിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുക. ആരാ കൊതിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്നത്? മലപ്പുറത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള, അതേപോലെ തന്നെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ അത് ഏത് വിഭാഗത്തിൻ്റെതാകട്ടെ ഏറ്റവും സജീവമായൊരു ജില്ലയിൽ കൊപ്പെ എന്ന പേരിലൊരു സമ്മേളനം നടക്കാൻ പോവുകയാണ്. കൊതിപ്പിക്കുക, പേടിപ്പിക്കുക. ആരാ പേടിപ്പിക്കുകയും കൊതിപ്പിക്കുകയും ചെയ്യുന്നത്? ആരാണ്? ബഷീറൻ വ നദീറ, താക്കീത് നൽകുന്ന, സന്തോഷ വാർത്ത അറിയിക്കുന്ന മതവും പ്രവാചകനും ഏതാണ്? അല്ലേ? സത്യവിശ്വാസികൾക്ക് താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മതം. അതേപോലെ തെറ്റുകാർക്ക് കഠിനമായ നരകശിക്ഷയുണ്ടെന്ന് പഠിപ്പിച്ച മതം. അതിനെ കളിയാക്കിക്കൊണ്ടാണ് അവിടെ സമ്മേളനം നടക്കാൻ പോകുന്നത്. അപ്പോൾ സത്യവിശ്വാസികൾ ശാസ്ത്രമല്ല ദൈവം, അത് നമുക്ക് വേറൊരു ദിവസം ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ശാസ്ത്രമല്ല ദൈവം, അള്ളാഹു സത്യമാണെന്നുള്ള ആ വിശ്വാസത്തെ മനസ്സിൽ രൂഢമൂലമാക്കുവാൻ വിശുദ്ധ ഖുർആനിലെ ശാസ്ത്രീയ സത്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് വായിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാര്യത്തെക്കുറിച്ച്. യാ അയ്യുഹല്ലദീന ആമനു, ഇനി അടുത്ത വചനം, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. നിങ്ങൾ നിങ്ങളുടെ നല്ല വാക്ക് പറയണം, മാന്യമായി സംസാരിക്കണം. എന്തിനാണ്? യുസ്ലിഹുലക്കും അഅമാലക്കും, അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്നാക്കും, അല്ലെങ്കിൽ അള്ളാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു പുറത്തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഏറ്റവും മഹത്തായ ഒരു വിജയം. അതിവിടെ പരലോകം മാത്രമല്ല, ഇവിടുത്തെ നമ്മുടെ വാക്കുകൾ നന്നാക്കിയാൽ തന്നെ പല പ്രശ്നങ്ങളും ഒഴിവായി. നോക്കൂ, ഇതാണ് കുത്തുബത്തുൽ ഹാജ, കുത്തുബയുടെ ആമുഖം എന്ന നിലയിൽ ആവർത്തിച്ച് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. നോക്കൂ, എല്ലാ വിഷയവും വന്നിട്ടുണ്ട്. ഈ 3 ആയത്തുകളിൽ, ആൽ ഇമ്രാനിലെയും നിസായിലെയും അഹ്സാബിലെയും ഈ ആയത്തുകളിൽ ഒരു സാമൂഹിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട സംസ്കാരം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഹ്രസ്വമായ വിശകലനം അതിനകത്ത് വന്നു പോരുന്നുണ്ട്. അമ്മാബാദ്, ശേഷം എന്താ കാര്യം? ഫൈന്ന ഹൈറൽ ഹദീസി കിതാബുല്ലാഹ്, ഫൈന്ന ഹൈറൽ ഹദീസി കിതാബുല്ലാഹ്. സംസാരങ്ങളിൽ ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ കലാം. ആ അള്ളാഹുവിൻ്റെ കലാമാണ് ഏത്? വിശുദ്ധ ഖുർആൻ. നമ്മുടെ മുർസലാത്ത് എന്ന് പറയുന്ന
77-ാമത്തെ അധ്യായം 50 വചനങ്ങളാണ്. 50-ാമത്തെ വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ. ഈ ഒരു വേദഗ്രന്ഥത്തിൻ്റെ അപ്പുറം, ഈ 114 അധ്യായങ്ങൾക്കപ്പുറം, ഈ 6600-ലധികം വരുന്ന വചനങ്ങൾക്കപ്പുറം ഏതിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇതിനപ്പുറം വിശ്വസിക്കാൻ നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പുമില്ല. എല്ലാം ഈ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലുമുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിൻ്റെ പ്രവാചകരിലും കൂടെ വളരെ മനോഹരമായി ഈ ആദർശത്തെ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഈ നേർമാർഗങ്ങളിൽ ഏറ്റവും നല്ല നേർമാർഗം ആരുടേതാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർമാർഗം. അതെന്താ അങ്ങനെ പറഞ്ഞത്? 1,00,000-ൽ പരം പ്രവാചകന്മാർ വന്നില്ലേ? അവരെല്ലാം നേർമാർഗമല്ലേ പഠിപ്പിച്ചത്? മുഹമ്മദ് നബി വന്നതോടുകൂടി അതുവരെയുള്ള ആ നേർമാർഗങ്ങളെ എല്ലാം എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തിട്ട് അള്ളാഹു നേർമാർഗത്തെ പൂർത്തീകരിച്ചുകൊണ്ട്, സമഗ്രമാക്കിക്കൊണ്ട് പ്രവാചകനിലോ നമുക്ക് എത്തിച്ചു തന്നു. അപ്പം അതുകൊണ്ട് അതിനു മുമ്പ് ഏത് ആദർശം പിൻപറ്റിയവരാണെങ്കിലും പ്രവാചകന്റെ വരവോടുകൂടി ഈ ഹുദയിൽ ഏറ്റവും ഉത്തമമായ ഈ നേർമാർഗത്തെ പിൻപറ്റാൻ ബാധ്യസ്ഥരാണ് എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. നോക്കൂ, എന്നാ പറഞ്ഞത്? പ്രവാചകൻ പഠിപ്പിച്ചതാണ്. പ്രവാചകൻ പഠിപ്പിച്ചു. പ്രവാചകൻ ഉള്ള സന്ദർഭങ്ങളിൽ എന്താണ്? കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ദോഷകരമായത് മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതാണ്. ഒരു പുത്തനാചാരവും ഇല്ല. കാരണം എന്താ? പ്രവാചകനുണ്ട്, വഹി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുത്തനാചാരം നടത്താൻ ആരാണ് അധികാരം കൊടുക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കണം. അപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചതല്ലാത്തതൊന്നും നിങ്ങൾ ഉണ്ടാക്കി പോകരുത്. മതത്തിൽ കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ദോഷകരമായത് മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ. അങ്ങനെ പുതുതായി ഉണ്ടാക്കുന്നതെല്ലാം അനാചാരമാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല. ആ അനാചാരങ്ങളെല്ലാം എന്താണ്? ളലാലാണ്, വഴികേടാണ്. കുല്ല ളലാലത്തിൻ ഫിന്നാർ. ഈ വഴികേട് നമ്മളെ അവസാനം എവിടെ കൊണ്ടെത്തിക്കും? നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കും. നോക്കൂ, അപ്പൊ ഇവിടെയാണ് ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിൻ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ. അള്ളാഹുവിൽ നിന്ന്, നിന്റെ രക്ഷിതാവിൽ നിന്ന് നിനക്ക് എന്താണോ വന്നത് അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പിൻപറ്റണം. വലാ തത്തബിഉ, അന്നേ പറഞ്ഞു പ്രവാചകൻ, വലാ തത്തബിഉ മിൻ ദൂനിഹി, അത് മിൻ ദൂനില്ലാഹി ഔലിയാ. അവനെ കൂടാതെ, അള്ളാഹുവിനെ കൂടാതെ ഒരു രക്ഷാധികാരിയെയും നിങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. വമാ ആതാകുമുർ റസൂലു ഖുദൂഹു. പ്രവാചകൻ കൊണ്ടുവന്നതെന്തോ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. വമാ നഹാക്കും അൻഹു ഫന്തഹു. പ്രവാചകൻ കൊണ്ടുവരാത്തതിന് എന്തറിയണം? വലിച്ചു ദൂരെ എറിയണം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞാണ് വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. പ്രവാചകൻ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. പ്രവാചകൻ നിഷിദ്ധമാക്കിയതിനെ അല്ലെങ്കിൽ കൊണ്ടുവരാത്തതിനെ നിങ്ങൾ വലിച്ചെറിയണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ്? ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, കഠിനമായ ശിക്ഷ അള്ളാഹു തരും പ്രവാചകനെ പിൻപറ്റിയില്ലെങ്കിൽ. നിസ്സാരമായ കാര്യങ്ങളല്ല. നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അത് നല്ലതല്ലേ, അതങ്ങനെയായാലും എന്താ കുഴപ്പം? ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കാമല്ലോ. ഇപ്പം നമ്മുടെ ചന്ദനക്കുടങ്ങൾ, നമ്മുടെ ഉറൂസുകൾ, മാലമൗലീദുകൾ, നബിദിനം ഒരു ദോഷമില്ലാത്ത കാര്യമാണല്ലോ. പ്രവാചകനെ പോയിട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതൊന്ന് അനുസ്മരിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഇപ്പം എവിടെ മാർഗം വേണം? പ്രവാചകനിൽ മാർഗം വേണം. അതാണല്ലോ പറഞ്ഞത്. അള്ളാഹ് പ്രവാചകനിൽ മാതൃകയില്ലാത്തതിന് പിൻപറ്റിയാൽ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അപ്പം അതാണ് പുത്തനാചാരം അല്ലേ? അതാണ് പ്രവാചകൻ അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് സമൂഹത്തെ ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ കൊണ്ടുവന്ന ഈ മാർഗമല്ലാതെ വേറൊന്നിനെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. തറക്തു ഫീക്കും അംറൈൻ അല്ലേ? ഏറ്റവും അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ സമയത്ത്, അതിനോട് അടുത്ത സമയത്ത് പ്രവാചകൻ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാരോപദേശം, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസക്തും ബിഹിമ. നിങ്ങളതിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ലൻ തളില്ലു,
നിങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല. അതുതന്നെയാണ് നമ്മൾ പറഞ്ഞത്. എന്താണത്? കിതാബ് അല്ലാഹി വ സുന്നത്ത നബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശുദ്ധ ഖുർആനെ, അതിൻ്റെ കൽപ്പനകളെ, ഇന്നത്തെ കാലത്ത് എത്ര എളുപ്പമാണ് ഇതിൻ്റെ മലയാള അർത്ഥം, അല്ലെങ്കിൽ നമ്മുടെ ഏത് ഭാഷയിലുള്ള അർത്ഥം അറിഞ്ഞ് അത് മനസ്സിലാക്കിയെടുക്കാൻ എത്ര മഹാഭാഗ്യവാന്മാർ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ശാസ്ത്രീയ സത്യങ്ങൾ പലതും പുറന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും പുലരാനുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് തന്നെ നമുക്കത് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കുമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ തറക്തു ഫീക്കും അംറയിൻ ലൻ തളില്ലുമാ തമസക്തും ബിഹിമാ കിതാബല്ലാഹി വ സുന്നത നബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, വിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു ഹദീസ് കൂടി ഈ സാന്ദർഭികമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇന്ന ബനി ഇസ്രായീല തഫറഖത അലാ സിന്തൈനി വ സബഈന മില്ലത്തൻ. നമ്മുടെ പൂർവ്വ സമുദായം, ബനി ഇസ്രായേൽ സമുദായം, ഈസാ നബിയുടെ സമുദായം, അവർ 72 വിഭാഗമായി പിരിഞ്ഞു. പ്രവാചകന്റെ കാലത്ത് ഒറ്റ വിഭാഗമേ ഉള്ളൂ, പ്രവാചകനെ അംഗീകരിച്ച് പ്രവാചകൻ പഠിപ്പിച്ച കർമ്മങ്ങൾ അനുസരിച്ച് പോകുന്നൊരു വിഭാഗം. അതിനുശേഷമാണ് എന്ത് പറ്റുന്നത്? വിഭജിച്ചു പോകുന്നത്. എൻ്റെ ഉമ്മത്ത് 73 പോകും. നമ്മളിൽ തന്നെ ഇപ്പോൾ 3 3 അതിൽ കൂടുതലുണ്ട്. നമ്മുടെ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് എത്രയായിട്ട് മാറും? 73 മാറും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. 72 പേരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. ഏതാണ് ആ വിഭാഗം? കാലു വമൻ ഹിയ യാ റസൂലല്ലാഹ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ ആരാണ് ആ വിഭാഗം? നേരായ മാർഗത്തിൽ ചരിക്കുന്ന ആ വിഭാഗം ആരാണ്? കാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി, ഞാൻ ഏതൊന്നിലാണോ, അല്ലെങ്കിൽ എൻ്റെ മാർഗം ഏതെന്താണോ, വാസ്ഹാബി, എൻ്റെ മാർഗം, ഞാൻ ഏത് മാർഗത്തിലാണോ, ഞാൻ എന്ത് മാർഗമാണോ നിങ്ങൾ പഠിപ്പിച്ചു തന്നത്, ആ മാർഗത്തിൽ നിൽക്കുന്നവരും എൻ്റെ സഹാബികളും. അപ്പം അത് ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് ദീനിനെ അതിൻ്റെ യഥാർത്ഥ പരിപ്രേക്ഷ്യത്തിൽ ശരിയായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുത്തക്കികളായി ജീവിക്കുവാൻ സർവാധിനാഥനായ പടച്ചുതമ്പുരാൻ നമ്മൾ ഓരോരുത്തർക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ മുർസലിൽ അമീൻ, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. വെള്ളിയാഴ്ച ആഴ്ചയിലെ 7 ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമുള്ള ദിവസങ്ങളിലൊന്നാണ്. ആ ദിവസങ്ങളിൽ ചില ഷർത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ളൊരു ഷർത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ അത്തഹിയാത്തിൽ പറയാറുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സലാത്ത് എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ആ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അത് വെള്ളിയാഴ്ചകളിലെ സലാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ അത് ഹാജരാക്കപ്പെടുമെന്നുള്ള ഹദീസുകൾ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രവാചകൻ്റെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അതുപോലെ വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കൗഫ്, 110 അധ്യായങ്ങളുള്ള സൂറത്തുൽ കൗഫ് പാരായണം, വെള്ളിയാഴ്ച പാരായണം, വ്യാഴാഴ്ച വൈകിട്ട് മുതൽ വെള്ളിയാഴ്ച വരെയുള്ള പാരായണം നമുക്ക് അടുത്ത ഒരാഴ്ചത്തേക്ക് ഒരു പ്രകാശം പോലെ, നമ്മുടെ ജീവിതത്തിനൊരു വെളിച്ചമായി, നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പ്രതീക്ഷയായി ആ കൗഫ് പാരായണം ഉണ്ടാകും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന പ്രത്യേകമായൊരു സമയം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ജുമായൊക്കെ കഴിഞ്ഞു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്, അസറിന് ശേഷം മഗ്‌രിബ് വരെയുള്ള സമയം. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ എവിടെയാണെങ്കിലും നമുക്ക് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനോ നമുക്ക് ദുആ ചെയ്യാനോ ഒന്നും ഒരു തടസ്സമില്ലല്ലോ. ഇസ്ലാമിൻ്റെ പ്രത്യേകത അതാണല്ലോ. ഏത് സമയത്ത് നമുക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഹബിലിൽ വരീതായ ഒരു പടച്ചതമ്പുരാനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ചകളിൽ ജുമയ്ക്ക് വരുമ്പോൾ ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പേ പരമാവധി എത്താൻ ശ്രമിക്കുക. നമ്മുടെ ഇസ്ലാമിക ആദർശത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മൗലികമായൊരു പങ്കാണ് കുത്തുബ അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ കുത്തുബ വഹിക്കുന്നത്. അപ്പോൾ ഇമാമ് മിമ്പറിൽ കയറുന്നതിന് മുമ്പേ കയറിയില്ലെങ്കിൽ മലക്കുകൾ ഇന്നത്തെ ദിവസം പള്ളിയിൽ വരുന്നവരുടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രത്യേക മാലാകമാർ ഇമാം കുത്തുബ എടുക്കുമ്പോൾ കുത്തുബ കേൾക്കാനായി നമ്മുടെ അടുത്തേക്ക് കയറി വരും. പിന്നെ നിങ്ങൾ വരുന്നതിന് കണക്കില്ല, നിങ്ങൾക്ക് ദുഹർ നിസ്കരിച്ച പ്രതിഫലമേ കിട്ടുള്ളൂ.
ഈ വെള്ളിയാഴ്ചകൾ പള്ളികളിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു ആദർശത്തെ അതിനെ ഈ നിമിഷം തന്നെ മുറുകെ പിടിക്കാനും അത് ജീവിതത്തിൻ്റെ മരണം വരെ, ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ അതിൽ ഉറച്ചു നിൽക്കുവാനുമുള്ള ഉറച്ച പ്രതിജ്ഞയോടുകൂടി വേണം ഓരോരുത്തരും പോകാൻ. വെള്ളിയാഴ്ച കുത്തുബുകളിൽ കിട്ടുന്ന ഒരു തെറ്റാണ്, നമ്മളിതുവരെ ജീവിതത്തിൽ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമാകുമ്പോൾ ഇപ്പോൾ നമ്മൾ തീരുമാനിക്കും ഇത് എൻ്റെ ജീവിതത്തിലില്ല. ശരിയെക്കുറിച്ച് നന്മയെക്കുറിച്ച് അറിയുമ്പോൾ ഇത് ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഉത്തമ പ്രതിജ്ഞയോടുകൂടി പിരിഞ്ഞു പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാനെ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തവഫനാ മുസ്ലിമൂൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർ വാലിദീനാ മിനന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന ജഅൽ ഹാദാ ബലദൻ ആമിന, റബ്ബന ജഅൽ ഹാദാ ബലദൻ ആമിന, റബ്ബന ജഅൽ ഹാദാ ബലദൻ ആമിന. റബ്ബന ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹംനാ, റബ്ബന ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹംനാ, റബ്ബന ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹംനാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വത്തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമൂന വഅദില്ല ശിർക വൽ മുശ്രികൂൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.